പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി മനു തോമസിന്റെ കത്ത്. ഡിവൈഎഫ്ഐ നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറിക്ക് മനു തോമസ് എഴുതിയ കത്താണ് പുറത്തുവന്നത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ പ്രവർത്തനങ്ങളുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. ഷാജർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് 2002 ഏപ്രിലിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്തെഴുതിയത്. ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് വോയിസ് ക്ലിപ്പ് വന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടി അംഗത്വം പുതുക്കാത്ത സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു തോമസിന്റെ അംഗത്വം ഒഴിവാക്കിയ CPM ജില്ലാ കമ്മിറ്റി പകരക്കാരനെയും എടുത്തിരുന്നു. പിന്നീട് ഇതേ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മനു തോമസ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിഷേധിച്ചിരുന്നു. കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും CPIM-ൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല. 2024 മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല. ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ച് എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത്. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.